പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വിടുതൽ പ്രാപിപ്പിക്കുന്ന നമ്മൾ ആ തത്സമയം കടന്നു പോകുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. എന്താണ്? ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പക്ഷെ പ്രാർത്ഥനയിൽ വെച്ച് ഏറ്റവും ടോപ്പ് പ്രാർത്ഥനയാണ്. ഒന്ന് പറഞ്ഞ്, ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത്രയും പറയണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വേണം. നമുക്ക് വിശ്വാസം വേണം, പിന്നെന്താണ്, ദൈവസ്നേഹം വേണം, പ്രത്യാശ വേണം. ഈ തിയോളജിക്കൽ വെർച്വസ് എല്ലാം വേണം. ദൈവികമായ പുണ്യങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത്രയും ചില പ്രാർത്ഥനകൾക്ക് വിശ്വാസം മാത്രം മതി, ചില പ്രാർത്ഥനകൾക്ക് ദൈവസ്നേഹം മതി. ചില പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം മതി, ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രത്യാശ മതി. പക്ഷേ ഈ ഒരു വരി പ്രാർത്ഥന, ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം. ഇത് ഈ തിന്മയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഈ കുഞ്ഞു പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. പക്ഷെ അതിൻ്റെ സമ്മറിയാണ് ഈ പറയണത്. ആ പ്രാർത്ഥനയും ചുരുക്കിയിട്ടാണ് ഒരു കുഞ്ഞു പ്രാർത്ഥന. എന്താണ്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത് നമ്മളിങ്ങനെ അറിഞ്ഞ് ആവർത്തിച്ച് വണ്ടിയിൽ പോകുമ്പോഴും കാപ്പി അതിനെത്തുമ്പോഴും കഞ്ഞി ചെരിക്കുമ്പോഴും അല്ലെങ്കിൽ വാറ്റുമ്പോഴും ഒക്കെ ഈ മനസ്സിൽ നമുക്കൊരു മുടക്കം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റിയതാണ്, അല്ലേ? അങ്ങയുടെ നാമത്തെ. ഇപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ വാതിക്കൽ നമ്മൾ അങ്ങയുടെ വഴക്കം കേട്ട് നിൽക്കുകയാണ്. ഈ ജന്മത്തിൽ സംഭവം നടക്കത്തില്ല എന്ന് അവർ പറയുന്നു, എല്ലാവരും പറയുന്നു. അപ്പോഴും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. എന്താ കാര്യം? ഇങ്ങനെ പല സർപ്പങ്ങളും തേളുകളും ഒക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നിയമപരമായ തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ ശാരീരിക തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ ടൈമിൻ്റെ തടസ്സമുണ്ടാവും, സമയത്തിൻ്റെ തടസ്സം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എല്ലാ തടസ്സങ്ങളെയും ഒറ്റയടിക്ക് ഒരു വലിയ മല പോലെ വന്ന കാർമേഘങ്ങളെ കാറ്റ് തുരത്തിക്കളയണ പോലെ കളയാൻ പറ്റുന്നതാണ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പറഞ്ഞേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവേ എന്ന് പോലും വിളിക്കേണ്ട ആവശ്യമില്ല, രണ്ടുപേരും മതി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. അപ്പം അത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പറയുമ്പോഴെന്ത് വേണം? വിശ്വാസം വേണം, പ്രത്യാശ വേണം, സ്നേഹം വേണം. നമുക്ക് ആവതില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇത് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ഐസിയുവിലാണ്, ഓർമ്മയുണ്ട്. പക്ഷേ ഓർമ്മയുണ്ടെങ്കിൽ ഏറ്റവും പറയാവുന്ന പ്രാർത്ഥന ഇതാണ്: അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുക. എല്ലാ വശത്തുനിന്നും സ്ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ തരുന്നുണ്ട്, ആഹാരത്തിന് വേറെ ട്യൂബുണ്ട്, ഭക്ഷണത്തിന് വേറെ ട്യൂബുണ്ട്, മൂത്രത്തിന് പോകാൻ വേറെ ട്യൂബുണ്ട്. മൊത്തം ട്യൂബിൽ കിടക്കണം വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചെറിയ ഓർമ്മയുണ്ടെങ്കിൽ ചെറിയ ഓർമ്മ മതി, മിനിമം വോൾട്ടേജ് ഓർമ്മ മതി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പം നമ്മൾ ആരുമില്ലാത്ത ചില സമയത്ത്
ഒരു മനുഷ്യൻ്റെ തീഷ്ണത അളക്കണ എപ്പോഴാണെന്നറിയാവോ? ഗ്രൂപ്പിൽ വെച്ച് അവനെന്ത് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. കമ്മ്യൂണിറ്റി, സമൂഹത്തിൽ വെച്ച് അവനെന്ത് പറഞ്ഞു, എന്ത് പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല. ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്നത്, ദൈവവും നീയും മാത്രമാകുന്ന ഒരു അഭിമുഖത്തിന് നിന്നെ തിരഞ്ഞെടുക്കും ദൈവം. അവിടെ വേറെ ആരും ഉണ്ടാകത്തില്ല. അപ്പ, അമ്മ, ചിറ്റപ്പ, നോബഡി ആരും ഉണ്ടാകത്തില്ല. നിൻ്റെ കോച്ച്, നിൻ്റെ ട്രെയിനർ ആരും ഉണ്ടാകത്തില്ല. നോബഡി. നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഓർക്കണത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമാകുന്നു. ഇപ്പോൾ കോടതി കയറി നിൽക്കുകയാണ് നമ്മൾ. ഇപ്പം ഞാൻ കൂട്ടി കയറി നിന്നിട്ടുണ്ട് 2 പ്രാവശ്യം. അപ്പോഴേ കോടതി കയറി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മളോട് ആയിട്ടാണ് മജിസ്ട്രേറ്റ് ചോദിക്കണത്. ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ വക്കീലൊക്കെ ഉണ്ടെങ്കിലും വക്കീൽ പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മളോട് ഡയറക്റ്റ് നമ്മളെ വിസ്തരിക്കുകയല്ലേ, ഡയറക്റ്റ് ചോദിക്കുകയും. അപ്പോഴേ ഈശോ ഇങ്ങനെയുള്ള സെക്കുലർ മൂവ്മെൻറ്റ്സ്, സെക്ലൂഡഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ ബൈബിൾ സുന്ദരമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യും. എന്താണ്? നീ ഇങ്ങനെ നിർത്തപ്പെടുന്ന സമയമുണ്ട്, ഇങ്ങനെ നീ നിർത്തപ്പെടും. അങ്ങനെ എവിടെ നിർത്തപ്പെട്ടാലും, അധികാരസ്ഥാനത്തായാലും ശരി, നിയമ ഉത്തരവാദിത്തമുള്ള സ്ഥലത്തായാലും ശരി, നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലം. ഈ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലത്ത് എത്ര കൗണ്ട്, നമ്മുടെ ഒരു ആധ്യാത്മികത കൗണ്ട് നമുക്ക് അളക്കണത്, എത്ര പ്രാവശ്യം നമ്മൾ ഒറ്റക്ക് നിർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടിലാണ്. എല്ലാം അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പഠിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ കർത്താവ് മനസ്സിലാക്കി തന്ന സത്യങ്ങൾ, എൻ്റെ വചനം കേൾക്കുന്ന, എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്ന, എൻ്റെ വചനമൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല, എൻ്റെ വചനമല്ല ഞാൻ പറയണം. എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആഹാരമാണത് കൊടുക്കണേ. എന്താ കാര്യം? കൗണ്ട് യുവർ സെക്ലൂഡഡ് ടൈം. എന്നുവെച്ചാൽ നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലങ്ങളെ നീ ശ്രദ്ധിക്കുക. അവിടെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. എന്താണ്? 12:12 ഗ്യാരണ്ടി എന്താണ്? വായിച്ചോളൂ. ലുക്ക 12:12. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 12:12. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇത് ഭയങ്കര സംഭവമല്ലേ? എന്താണ്? നിങ്ങളെ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം, അധികാരസ്ഥാനത്തോ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലോ, നിങ്ങൾ ഇപ്പോൾ രോഗത്തിൻ്റെ മുഖത്തോ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട. എന്താണ്? ആ സമയത്ത് നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാൻ ഞാൻ ആളെ നിശ്ചയിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ, വിശ്വാസ ജീവിതം എന്ന് പറയണത് ഇന്നോ നാളെയോ അങ്ങ് അവസാനിക്കണതല്ല. ഇത് ഓരോ പാഠം കഴിയുമ്പോൾ അടുത്ത പാഠം വരും. ആ ഒരു പാഠം കഴിയുമ്പോഴേ, ഞാൻ നിങ്ങൾ പറയട്ടെ, ഈശോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികയുടെ മക്കളെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. നല്ല ഈശോയേ ദിവ്യകാരുണ്യം അല്ലോ നീ, പാടി വാഴ്ത്താം പാവന സ്നേഹമേ. ലൂക്ക 12:34. 12:34. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. കേൾക്കുമ്പോൾ സിമ്പിൾ വാക്കാണ്. ഇപ്പം അച്ഛൻ്റെ മനസ്സിൽ ഈശോ തന്നുകൊണ്ട് ഞാൻ നിങ്ങളോട്, കർത്താവാണ് ഓൺലൈനിൽ സംസാരിക്കണത്, ഞാനിങ്ങനെ ശബ്ദം കൊടുക്കണമെന്നേ ഉള്ളൂ. എന്താ വചനം പറഞ്ഞ്? നിന്റെ നിക്ഷേപം എവിടെയോ. ഒന്ന് പറഞ്ഞേ,
നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. നമ്മുടെ ഹൃദയം എവിടെയായിരിക്കും? ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ലൂക്ക 12:31 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ കരുതി വെക്കുവിൻ. അപ്പൊ ഈശോയുടെ മനസ്സ് മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് ഈശോയെ മനസ്സിലാക്കാതെ നമുക്ക് ജീവിതം മനസ്സിലാകത്തില്ല. കാര്യം ഈശോ സ്വർഗത്തിന് വേണ്ടി ഏതറ്റം വരെയും പോയ ആളാണ്. പനി പിടിച്ച് മരിച്ച ആളല്ല, അറിയാമല്ല. കോവിഡ് വന്ന് മരിച്ചതുമില്ല. കുരിശിൽ കിടന്ന് മരിച്ചതിൻ്റെ പിന്നിൽ ഒറ്റ സത്യം മാത്രമേ ഉള്ളൂ: ദൈവിക ജീവൻ നഷ്ടപ്പെട്ടത് പുനരുദ്ധരിക്കണം, നിത്യത വരെ നമ്മളെ എത്തിക്കണം. അപ്പോൾ ഈശോയുടെ ഒരു അങ്ങനെ ഉള്ള ഈശോയാണ് നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ന് പറയണ കുറേ പ്രശ്നങ്ങളില്ലേ, ഞാനും നിങ്ങളും പറയുന്ന ജീവിത പ്രശ്നങ്ങൾ. ഈ ജീവിത പ്രശ്നങ്ങളൊക്കെ അതിനെ ഡയറക്റ്റ് നമ്മൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ വീട്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ വീട്, ജോലി, വിവാഹം, രോഗം, കടങ്ങൾ, ജപ്തി, വഴിയില്ല, വിവാഹം നടക്കണില്ല, നിങ്ങൾ ആ സബ്ജക്റ്റിനെ ഡയറക്റ്റ് ആക്രമിക്കാൻ പോയാൽ കുറേ സമയമെടുക്കും. സമയം കുറയ്ക്കാനുള്ള പരിപാടി പറയുകയാണ്. സമയം കുറയ്ക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ലവണ്ണം ഈസിയായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും? ഈശോ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ ഈശോയുടെ മനസ്സ് മനസ്സിലാക്കണം. ആ വചനം എത്രയായിരുന്നു പറഞ്ഞോളൂ? ലുക്ക 12:33. അതൊക്കെ നമ്മൾ വായിക്കുമ്പോഴേ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. എന്നിട്ട് ഈശോ അതൊക്കെ നമ്മൾ പറഞ്ഞെന്താ പറഞ്ഞ? സ്വർഗത്തിൽ പറഞ്ഞേ, സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കുവിൻ. അപ്പോഴ് ആ വചനം കൂടി ലിങ്ക് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഈശോയുടെ മനസ്സെങ്ങനെ റീഡ് ചെയ്യണത്? നമ്മളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്? പറ, സ്വർഗത്തിൽ. അതാണ് സംഭവം. നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കും. ഇപ്പോൾ എന്ത് വർക്കൗട്ട് ചെയ്താലും നമ്മളെ ഫെഡറൽ ബാങ്കിലൊക്കെ കൊണ്ട് പൈസ ഇടണ പോലെ ഇടാമെന്ന് വിചാരിക്കുകയല്ല. എന്ത് വിഷയം ചെയ്താലും സ്വർഗത്തിൽ ദ കണ്ടൻറ് ഓഫ് ഹെവൻ അതിലുണ്ടാകണം. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിച്ച് പിരിയാൻ പോകണം വിചാരിച്ചോ? നിങ്ങൾ കേസ് ജയിച്ച് 2 കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടി, ഞാൻ പറയും നിങ്ങൾ തോറ്റെന്ന് പറയും. എന്താ? സ്വർഗം പോയില്ല, കൊച്ചിനെ കിട്ടിയുള്ളൂ. ആ കൊച്ചു നാളെ വല്ല കഞ്ചാവല്ലൊക്കെ അടിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കുഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ? വാപ്പാനെ തല്ലിക്കൊല്ലോ എന്ന് പറഞ്ഞില്ലേ? അമ്മയെ കൊന്ന കുഞ്ഞ് പറഞ്ഞത് വാപ്പാനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു. ഇപ്പം നിങ്ങൾ മക്കളെ കിട്ടിയെന്ന് പറഞ്ഞാലും നാളെ കാര്യങ്ങൾ നിങ്ങളെ തല്ലിക്കൊല്ലാൻ പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അറിയാമല്ലേ? നിങ്ങളെ കേട്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ ചരിത്രം? ഞാൻ പേര് നിങ്ങൾ അധികം പറയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളിപ്പോൾ ഭർത്താവുമായിട്ട് ഇടിവെച്ച് നിങ്ങൾ ജയിച്ചു. നിങ്ങളുടെ വക്കീൽ കേമനായിരുന്നു. അയാൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ എഴുതി ചേർത്ത് നിങ്ങൾ അവിടെ സ്വർണം നേരത്തെ നിങ്ങൾക്കറിയാവില്ല, ഏത് വക്കീലിനും അറിയാം, ഏത് കോടതിക്കും അറിയാം, പിരിയണമെന്ന് പറഞ്ഞ പെണ്ണ് ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടിൽ പൊന്നു വെക്കത്തില്ല. അവളുടെ അപ്പനും അമ്മയും ഒന്നും വെപ്പിക്കത്തില്ല. ആദ്യത്തെ പുതുക്കത്തിന് തന്നെ അഴിച്ചെല്ലാം അലമാരി ആക്കും. അത് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണം.
ഇത് ട്രാപ്പാണ് ഈ വരാൻ പോണത്, അടുത്ത പരിപാടി ട്രാപ്പാണെന്ന്. പക്ഷേ കേസ് വരുമ്പോൾ എന്താ പറയണത്? എൻ്റെ പൊന്നെ, എൻ്റെ എന്താ ഈ 28 പവൻ പൈസ എല്ലാം അവിടെ ലോക്കറി ഇരിക്കണം, അവിടെ അലമാരി ഇരിക്കണം കേസ്. അപ്പം നമ്മൾ വക്കീലിനോട് പറയാം, വക്കീലെ അങ്ങനെയൊന്നുമില്ല, കാശൊക്കെ എൻ്റെ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ പറയും നിങ്ങൾക്ക് കേസ് ജയിക്കണ കാശ് വേണമെന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ ഒപ്പിട്ട് കൊടുക്കും. തീർന്നില്ലേ? കണ്ടൻ്റ് ഓഫ് ഹെവൻ പോയി. ഭയങ്കര ഉടമ്പടിക്കാരത്തിയാണ്, പക്ഷേ വക്കീലിൻ്റെ കക്ഷത്താണ് നിങ്ങളുടെ ആത്മാവ് ഇരിക്കുന്നത്. ശരീരം മാത്രമല്ലേ, ആത്മാവ് ഉൾപ്പെടാം. ശരീരം മാത്രമല്ല, ശരീരമായിട്ട് ആരും കക്ഷത്തില്ല, ആത്മാവ്. അതുകൊണ്ട് ഈശോ പറയുമ്പോൾ പറയും ഒരു കണ്ടൻ്റ് ഓഫ് ഹെവൻ. നിങ്ങൾ എവിടെ ജയിച്ചാലും എത്ര കാലത്തേക്ക് ജയിക്കാൻ പറ്റും? എത്ര കാലത്തേക്ക് ജയിക്കാൻ പറ്റും? ഈ ജീവിക്കണ ഇത്രയും കാലം ജീവിക്കാൻ പറ്റും അല്ലേ? അതായത് വേണ്ട സമയത്ത് നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. സത്യം തള്ളിപ്പറഞ്ഞു, നീതി തള്ളിപ്പറഞ്ഞു, സ്നേഹം തള്ളിപ്പറഞ്ഞു. എല്ലാം നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്താണ്? തള്ളമാർ ശ്രദ്ധിക്കണേ. മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ആൻറ്റിമാരൊക്കെ ചിലപ്പോൾ കേസ് കൊടുക്കാനും ഡൈവേഴ്സിനും അബോർഷനും ഒക്കെ കൂട്ടി നിൽക്കുന്ന, പിമ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവറാച്ച പണി വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒറ്റടക്കി സഭയൊന്നും പോകത്തില്ല. എന്തുകൊണ്ടാണ് അമ്മ ചില സമയത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് മിണ്ടാണ്ടിരുന്നത്? ചില സമയത്ത് ദൈവത്തിന് മുമ്പ് മിണ്ടാണ്ടിരിക്കണതാണ് നല്ലത്. മിണ്ടിപ്പോയ കൗണ്ടാവും. നല്ല ഹെവി ആയിട്ടുള്ള അനീതിയല്ലേ കിട്ടണത്. ചോരക്കുഞ്ഞിനെ കൊണ്ട് പെറ്റ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ, ചോരക്കുഞ്ഞിനെ കൊണ്ട് പെറ്റ് കിടക്കണ സമയത്ത് തന്നെയാണ് ഇനി വീട്ടിൽ പോകാമല്ലോ, പെറ്റ് കഴിഞ്ഞല്ലോ, ഇനി വീട്ടിൽ പോയി ഇത്തിരി ഭക്ഷണം കഴിച്ച് സമാധാനത്തിൽ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്തൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴല്ലേ ഈജിപ്തിൽ പോകാൻ പറയണത്. ഉറക്കമില്ല, ഈജിപ്തിൽ പോകാൻ പറയണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിച്ചാൽ ദൈവത്തിനെതിരെ സംസാരിക്കത്തുള്ളൂ, ഉറപ്പല്ലേ? അതുകൊണ്ട് അമ്മ ആ രാത്രി ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയണത്. പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കുന്ന കാരണം